ബിഫോർ 2026 ബിഗിൻസ് യു ഹാവ് ടു റിമൂവ് ദീസ് തിങ്സ് ഫ്രം യുവർ ലൈഫ്. അതായത് നമ്മൾ ന്യൂ ഇയറിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റണം. ഇല്ലെങ്കിൽ 2026 എക്സാക്ട്ലി ലൈക്ക് 2025 ആയി മാറും. നമ്മൾ ശരിക്കും ഒരു ന്യൂ ഇയർ വരുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മൾ വീട് വൃത്തിയാക്കും, നമ്മൾ ഇരിക്കുന്ന സ്ഥലം വൃത്തിയാക്കും, നമ്മുടെ കബേർഡ്സ്, നമ്മുടെ അൽമീര ഒക്കെ വൃത്തിയാക്കും അല്ലെ. പക്ഷെ നമ്മൾ എപ്പോഴേലും നമ്മുടെ മൈൻഡ്, അതായത് നമ്മുടെ മനസ്സ്, നമ്മൾ എപ്പോഴെങ്കിലും അത് ടൈഡി ആക്കാനോ ഇല്ലെങ്കിൽ ഒന്ന് ഓർഗനൈസ് ചെയ്യാനോ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരിക്കലും അതിനെ പറ്റി വിചാരിക്കില്ല അല്ലെ. 2011 ഒരു സ്റ്റഡി നടന്നായിരുന്നു പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ന്യൂറോ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അതില് ക്ലട്ടർ, അതായത് അൺടൈഡി ആയിട്ടുള്ള സ്ഥലം ഇല്ലെങ്കിൽ അൺടൈഡി ആയിട്ടുള്ള ഒരു കാര്യം കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ കമ്പീറ്റ്സ് ഫോർ അറ്റൻഷൻ. അതായത് അതിനു വേണ്ടി പോലും നമ്മുടെ ബ്രെയിൻ നീഡ്സ് കമ്പ്യൂട്ടിംഗ് പവർ. അപ്പം ശരിക്കും നമുക്ക് ആവശ്യമില്ല കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ വൃത്തിയില്ലാത്ത കാര്യം, ആവശ്യമില്ലാത്ത അൺടൈഡി ആയിട്ടുള്ള കാര്യത്തിന് പോലും നമ്മുടെ ബ്രെയിൻ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നാച്ചുറലി നമ്മുടെ ഫോക്കസ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി അതൊക്കെ കുറയും അല്ലെ. വേറൊരു സ്റ്റഡി ഉണ്ടായിരുന്നു UCL എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ. ക്ലട്ടേർഡ് വീട്, അതായത് ഭയങ്കര അൺടൈഡി ആയിട്ടുള്ള വീടും ഭയങ്കര വൃത്തിയുള്ള വീടും കമ്പയർ ചെയ്യുമ്പം അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ബിഹേവിയറും ആൾക്കാരുടെ സ്വഭാവവും നോക്കുമ്പം ഒട്ടും വൃത്തിയില്ലാത്ത വീട്ടിൽ, അതായത് ഭയങ്കരമായിട്ട് അൺടൈഡി, ഒട്ടും ഓർഗനൈസ് ചെയ്ത് വെക്കാത്ത വീട്ടിലെ ആൾക്കാർക്ക് സ്ട്രെസ് ഭയങ്കര കൂടുതലാണ് ഫോർ നോ റീസൺ. അതിന് പകരം ഭയങ്കര വീടൊക്കെ വൃത്തിയാക്കി വെച്ച ആൾക്കാരാണെങ്കിലോ, ഒരുപാട് വലിയ വീടൊന്നുമല്ല, പക്ഷെ സാധാ വീട്ടില് നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ച് ക്ലീൻ ആക്കി വെച്ച ആൾക്കാരുടെ ആ വീട്ടിലെ ആൾക്കാരുടെ സ്വഭാവവും അവരുടെ സ്ട്രെസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പം അതിന്റെ അർത്ഥം തന്നെ ഈ ക്ലട്ടർ വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ സ്ട്രെസ് ഹോർമോൺ ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ തന്നെ നമ്മുടെ മൂഡും നമ്മുടെ ബിഹേവിയറും ഒക്കെ ഭയങ്കര റൂഡായി മാറും, ഭയങ്കര ഗ്രംപി ആയി മാറും. അപ്പൊ ചില ആൾക്കാര് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു റീസൺ ഇല്ലാണ്ട് ദേഷ്യപ്പെടും, ഒരു റീസൺ ഇല്ലാണ്ട് മൂഡ് ഓഫ് ആയി സാഡ് ആയിരിക്കും. ഇറ്റ്സ് ബിക്കോസ് നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, ചാപ്റ്റർ 6 ഉദ്ധരേ ആത്മനാത്മാനം നാത്മാന അവസാദയേ. അതായത് നമ്മൾ നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ ഇംപ്രൂവ് ചെയ്യണം. നമ്മുടെ സ്റ്റാൻഡേർഡ്, നമ്മുടെ ലൈഫിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബോഡിയിൽ, നമ്മുടെ അടുത്തുള്ള എല്ലാ ഇമോഷൻസും അതിനൊരു സ്പെസിഫിക് വൈബ്രേഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് പേടിയാവുകയാണ്, നമുക്കൊരു എന്തെങ്കിലും ഒരു കുറ്റബോധമുണ്ട്, ഇല്ലെങ്കിൽ ദേഷ്യമുണ്ട്, ഈ ഫീലിങ്സിനൊക്കെ ലോ വൈബ്രേഷൻസ് ആണുള്ളത്. അതിന് പകരം നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്, ഒരു ഹാപ്പിനെസ് ആണ്, സ്നേഹമാണ്, ഫോർഗിവ്നെസ് ആണ്, അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫീലിങ്സിനൊക്കെ ഭയങ്കര ഹൈ വൈബ്രേഷൻസ് ആണുള്ളത്. അപ്പം ശരിക്കും ഹൈ വൈബ്രേഷൻസ് അട്രാക്ട് ഹൈ വൈബ്രേഷൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ലോ വൈബ്രേഷൻസ് അട്രാക്ട് ലോ വൈബ്രേഷൻസ്. അപ്പം നമ്മുടെ ലൈഫിന്റെ ഒരു ജേർണിയിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന ഫീലിങ്സ് ആണ് നമ്മളെ നമ്മുടെ ആ ജേർണിയിൽ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ കുറെ ദേഷ്യം, കുറെ വിഷമം, കുറെ സങ്കടമൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ആ സൂട്ട് കേസ്, നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ലഗേജ് ഭയങ്കര ഒരു ഹെവി ബാഗേജ് ആയിരിക്കും. അതിന് പകരം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു എന്താ പറയാ, ഒരാൾ ചെയ്ത കാര്യത്തിന് ഒരു സന്തോഷവും ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ലൈഫിലെ ജേർണി, എത്ര ചെറിയ ജേർണി ആണെങ്കിലും എത്ര വലിയ ജേർണി ആണെങ്കിലും അതിനൊരു പേർപ്പസ് ഉണ്ടാവും. ശരിക്കും ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്ക് ഇന്നും നമ്മുടെ മോഡേൺ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, ഞാനൊരു 9 to 5 ജോലി ചെയ്യുന്ന ഒരാളാണ്, ഇല്ലെങ്കിൽ ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് എങ്ങനെയാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇല്ലെങ്കിൽ ഈ ഒരു മോഡേൺ ടൈമിൽ ഇത്രയും ബിസി ആയിട്ടുള്ള ലൈഫിൽ എങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ പഴയ കാര്യങ്ങളല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് ഏറ്റവും വലിയ തെറ്റാണ്. ബിക്കോസ് ഈ ഭഗവത്ഗീത ആണെങ്കിലും നമുക്ക് തന്ന ഈ റിലീജിയസ് ബുക്സ്, ഇതിലൊക്കെ ഒരു ലെസൺ ഉണ്ട്. നമുക്ക് കാലങ്ങളോളം നമുക്ക് പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ ലൈഫ് ഒരു പേർപ്പസ് ആയിട്ട് ജീവിക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന 2026, അതായത് ന്യൂ ഇയർ വരുന്നേക്കാളും മുന്നേ നമുക്ക് റിമൂവ് ചെയ്യാം, നമ്മുടെ ലൈഫ് നിന്ന് മാറ്റാനുള്ള 3 ടൈപ്പ് ഓഫ് ക്ലട്ടർ, അതായത് 3 ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ്.
അത് ഫിസിക്കൽ കാര്യങ്ങളല്ല, അതായത് വൃത്തിയാക്കുക അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഡൊണേറ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അത് മാത്രമല്ല. ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് നമ്മുടെ മെന്റൽ ക്ലട്ടർ. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പം നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യും അല്ലെ. ഇത് നടക്കുവോ, നടക്കില്ലേ, ഇതിപ്പം ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് പറയും എന്നൊക്കെ നമ്മൾ ഒരുപാട് ആലോചിക്കും. അപ്പം ചെയ്യുന്നേക്കാളും കൂടുതൽ സമയം നമ്മൾ ആലോചിക്കുകയാണ് ചെയ്യുന്നത്. ഇമാജിൻ നമ്മുടെ ബ്രെയിനിന് എത്ര വർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബ്രെയിൻ ഫ്രീ ആണ്, അടുത്ത കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരുപാട് സമയം ആലോചിക്കാൻ തന്നെ സ്പെൻഡ് ചെയ്യും. അപ്പം അപ്പം ഈ ഒരു കാര്യം, അതായത് നമ്മുടെ മെന്റൽ ക്ലട്ടർ ഉണ്ടാവാണ്ട് നോക്കുക. ഉണ്ടാവുകയാണെങ്കിലും നമ്മൾ നമ്മുടെ ബ്രെയിൻ സ്പേസ് ഫ്രീ ആക്കി കൊടുക്കുക പുതിയ പുതിയ കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി. ഒരു ഹ്യൂമൻ ബ്രെയിൻ ശരിക്കും ഒരു ദിവസം അറൌണ്ട് 60,000 തോട്ട്സ് ആണ് ആലോചിക്കുന്നത്. അതില് 80% ഓഫ് തോട്ട്സ് റിപ്പീറ്റഡ് കാര്യങ്ങളാണ്. നമ്മൾ രാവിലെ ആലോചിച്ച കാര്യം തന്നെയായിരിക്കും വീണ്ടും ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയൊക്കെ ആലോചിക്കുന്നത്. അപ്പൊ നമ്മൾ ആ കാര്യം ആലോചിക്കുന്നതിന് പകരം അത് ചെയ്ത് തീർക്കുവാണെങ്കിൽ അത്രത്തോളം പണി കുറവാണ് നമ്മുടെ ബ്രെയിനിന്, അല്ലെ? അങ്ങനെ തന്നെ രണ്ടാമത്തെ ക്ലട്ടർ ആണ് ഇമോഷണൽ ക്ലട്ടർ. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഐ ഹാവ് പേഴ്സണലി സ്ട്രഗിൾഡ് എ ലോട്ട്. ബിക്കോസ് ശരിക്കും നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബ്രെയിനിന് ഒരു സ്പെസിഫിക് ഇമോഷൻ ആലോചിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഇമോഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ശരിക്കും 80 സെക്കൻഡ്സ് 90 സെക്കൻഡ്സ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഇമോഷൻ പിന്നെയും നമ്മൾ കൊണ്ടുവരും, അതിന് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ എന്താ പറയുക, ഗോസിപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ എന്താ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു പ്രാവശ്യം പറഞ്ഞു തീർക്കില്ല, പിന്നെ അടുത്ത ദിവസം അതിനെപ്പറ്റി ഇനി സംസാരിക്കും. അതിൽ കുറേയും കൂടി കാര്യങ്ങൾ ആഡ് ചെയ്യും. ഇപ്പം സ്പൈസസ് ആഡ് ചെയ്യുന്ന പോലെ കുറേയും കൂടി ആഡ് ചെയ്യും. അപ്പം ഈ കേൾക്കുന്ന ആൾക്കാർക്ക് എന്നാ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് ചെയ്യുന്നത്, പിന്നെയും ഇമോഷണലി അവർ ക്ലട്ടേർഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരാളായിട്ട് ദേഷ്യമോ ഒരാളായിട്ട് ഭയങ്കര ഒരു എന്താ പറയാ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഭഗവത്ഗീത പറയുന്നത് നമ്മൾ ഫൊഗിവ് ചെയ്യണം എന്നാണ്. അപ്പം ഈ വർഷം ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് 2026 തുടങ്ങണേക്കാളും മുന്നേ എന്റെ ലൈഫിൽ ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് ഭയങ്കര ഒരേ ഫേസ് വരുമ്പം ഭയങ്കരമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ട് ആയിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ഒരു റിവെഞ്ച് വേണം എന്നുള്ളൊരു മോട്ടീവ് എന്നെ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ എപ്പോഴൊക്കെ അവരെ പറ്റി ആലോചിച്ചാലും എനിക്ക് ഭയങ്കര ഒരു ദേഷ്യവും ഇങ്ങനെ പറയില്ലേ, ചോര തളയ്ക്കുന്ന പോലെയൊക്കെ ഉള്ള ഒരു ഫീലിംഗാ. പക്ഷെ അവരൊന്നും അറിയുന്നില്ല ഇതൊന്നും. നമ്മുടെ മൈൻഡ്, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ആണ് അല്ലെ. നമ്മൾ ചെയ്യുന്നത് ഭയങ്കര വലിയ തെറ്റാണ്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ട് എനിക്ക് ഈ വർഷം, അതായത് കമ്മിങ് ഇയർ. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് സ്പിരിച്വൽ ക്ലട്ടർ. അതായത് ഭഗവത്ഗീതയില് പറയുന്നുണ്ട്, കർമ്മണ്യെ വാദികരാസത മ ഫലേഷു കഥാചന. അതായത് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര ചെയ്യാനും എന്ത് ചെയ്യാനും നിങ്ങൾക്ക് അധികാരമുണ്ട്. പക്ഷെ അതിന്റെ റിസൾട്ട് അതിൽ നിങ്ങൾക്ക് ഒരു കൺട്രോളും ഇല്ല. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുവാണെങ്കിലും അതിന്റെ ഔട്ട്കം നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് നോക്കിയിട്ട് മാത്രം ചെയ്യാൻ പാടില്ല. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ച്വൽ ഫീലിംഗ്, ഒരാൾക്ക് നന്മ വരണം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ചെയ്തു നോക്കണം. ബിക്കോസ് നമുക്കറിയില്ല അതിന്റെ ഔട്ട്പുട്ട് അതിനേക്കാളും വലുതായിരിക്കും. സോ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ മാറ്റേണ്ടത്. ഈ 2026 വരുന്നേക്കാളും മുന്നേ നിങ്ങൾ എല്ലാവരും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തായാലും മാറ്റിയിരിക്കണം. നമ്മൾ സംസാരിക്കുന്ന ഭഗവത്ഗീത ഇത്രേ പഴയ ഒരു ബുക്കാണല്ലേ, ഋഷിമുനിമാരൊക്കെ ഫോളോ ചെയ്ത കാര്യങ്ങൾ. പക്ഷെ ഇന്നും ക്വാണ്ടം ഫിസിക്സിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള സയന്റിസ്റ്റ് ഡോക്ടർ ഡേവിഡ് ബോഹെമും ഡോക്ടർ ജോ ഡിസ്പെൻസ അവർ പറയുന്നുണ്ട്, ഈ യൂണിവേഴ്സിലുള്ള എല്ലാ കാര്യവും, അതായത് ഒരു തോട്ട്, നമ്മുടെ ഒരു തോട്ട് തൊട്ട് ഒരു ഇമോഷൻ വരെ എല്ലാ കാര്യത്തിലും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസി ഉണ്ട്. അതായത് നമ്മൾ നെഗറ്റീവ് തോട്ടാണ് നമ്മുടെ മനസ്സിലെങ്കിൽ നമുക്ക് ലോ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പൊ നമ്മൾ ലോ ഫ്രീക്വൻസി ആണെങ്കിൽ നമ്മൾ അട്രാക്ട് ചെയ്യാൻ പോകുന്നതും ലോ ഫ്രീക്വൻസി ആയിരിക്കും. അതല്ല ചില ആൾക്കാർ പറയും, എപ്പോഴും എപ്പോഴും ഒരു പ്രശ്നമാണല്ലോ, വീട്ടിൽ എപ്പോഴും പ്രശ്നം, അല്ലെങ്കിൽ എന്താ എൻ്റെ അടുത്ത് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നേ. ബിക്കോസ് അവർ നാച്ചുറലി നെഗറ്റീവ് ആണ് അല്ലെ. ആ ഒരു കാര്യം എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് അതിന് പോസിറ്റീവ് സൈഡ് നോക്കാണ്ട് അവർ അതിനെ പറ്റി തന്നെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പം യൂണിവേഴ്സ് കേൾക്കുമ്പോൾ എന്താ, അവർ നെഗറ്റീവ് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഓക്കെ, അവർക്ക് കുറച്ചുകൂടി നെഗറ്റീവ് കാര്യങ്ങൾ കൊടുക്കാം. മേ ബി അവർക്ക് അത് അതിനെപ്പറ്റി സംസാരിക്കാനില്ലെങ്കിൽ അത് അതിനെപ്പറ്റി ആയിരിക്കും താല്പര്യം എന്ന് വിചാരിച്ചിട്ട് യൂണിവേഴ്സ് അങ്ങോട്ട് കുറേം കൂടി നെഗറ്റീവ് കാര്യങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ന്യൂ ഇയർ, അതായത് 2026 സ്റ്റാർട്ട് ആവണേക്കാളും ഇനി 1 മന്ത് കൂടി ഉണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ഒരേ ദിവസം, ഇല്ലെങ്കിൽ ആക്ച്വലി ഒരേ ആഴ്ച വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാം. അപ്പം വീക്ക് 1 ഫിസിക്കൽ ക്ലട്ടറിന് വേണ്ടി ഫോക്കസ് ചെയ്യാം. അതായത് ഇപ്പം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വീട്ടിൽ നിന്ന് മാറ്റുക, ഡൊണേറ്റ് ചെയ്യുക, ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഡിസ്പോസ് ചെയ്യുക, ആർക്കെങ്കിലും റീയൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അവർക്ക് കൊടുക്കുക. അങ്ങനെ നമ്മുടെ വീട് വൃത്തിയാക്കുക. അതിപ്പം റൂംസ് ആവാം, നമ്മുടെ കബേർഡ്സ്, അൽമീരാസ് ആവാം, കിച്ചൺ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ അതാണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ചെയ്യാനുള്ള ഫിസിക്കൽ ക്ലട്ടർ. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ മെന്റൽ ക്ലട്ടർ. അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ചെറിയ കാര്യമായിരിക്കും, പക്ഷെ ഓവർ തിങ്ക് ചെയ്ത് ഒരു ഭയങ്കര ഒരു വലിയൊരു സംഭവമാക്കി മാറ്റും അല്ലെ. അതിനുവേണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ ലെറ്റ് ഇറ്റ് ഗോ ലിസ്റ്റ്. അതായത് നമുക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങൾ, ഇല്ലെങ്കിൽ നമുക്ക് ഇന്നിപ്പോ ചെയ്യാൻ പറ്റാത്ത കാര്യം, ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ലിസ്റ്റിൽ എഴുതുക. ആ ലിസ്റ്റിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കുറച്ച് ഫ്രീ ആയി, എന്നിട്ട് നമ്മൾ ഓരോ കാര്യം എടുത്ത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കും. അങ്ങനെയാണ് അത് നമുക്ക് വീക്ക് 2 സെക്കൻഡ് വീക്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. തേർഡ് കാര്യമാണ് ഇമോഷണൽ ക്ലട്ടർ. അതായത് ഞാനിപ്പോ പറഞ്ഞ പോലെ നമുക്ക് ആരോടെങ്കിലും ഒക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ, ആരോടെങ്കിലും ഒക്കെ ഒരു ഭയങ്കര ഈർഷ്യോ വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കാണ്ടിരിക്കുവാണെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവരെ ഫൊഗീവ് ചെയ്യാൻ പറ്റും, പിന്നെ അതിനെ പറ്റി ആലോചിക്കേണ്ട. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ട്, എന്തോ റീസൺ കാരണം നിങ്ങൾ സംസാരിക്കൽ നിർത്തി അവരായിട്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ നോക്കാൻ പറ്റും. 2026 ആവുന്നേക്കാളും മുന്നേ ആ ഒരു ഫ്രഷ് സ്റ്റാർട്ട് കിട്ടും നമ്മുടെ മൈൻഡിനും, നമുക്കും അവർക്കും. മേ ബി ചിലപ്പോൾ അവർക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമായിരിക്കും. അപ്പം അതും ചെയ്യാം. ഇത് നമുക്ക് വീക്ക് 3 ആണ് ചെയ്യേണ്ടത്. ഇനി 4ാമത്തെ വീക്ക് ചെയ്യാനുള്ള കാര്യമാണ് സ്പിരിച്വൽ ക്ലട്ടർ. അതായത് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും അതിന് ഒരു റിസൾട്ട്, അതിനൊരു അറ്റാച്ച്മെന്റ് വെക്കാണ്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഭയങ്കര ഒരു ട്രൂ രീതിയിൽ ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സ്പിരിച്വൽ ജേർണി, അതായത് എന്തെങ്കിലുമൊക്കെ വായിക്കണം, നാമങ്ങൾ പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ചെറിയ ശ്ലോകങ്ങൾ പഠിക്കുക, ചെറിയ നാമങ്ങൾ പഠിക്കുക. ഇപ്പം പ്രാർത്ഥിക്കുക എന്ന് മാത്രമല്ല, സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പം നമ്മൾ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നൊന്നും അല്ല അർത്ഥം. ശരിക്കും നമ്മൾ നമ്മുടെ ഒരു മെഡിറ്റേറ്റീവ് രീതിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ മൈൻഡിനെ ഒരു പീസ്ഫുൾ ആക്കുവാണ് ചെയ്യുന്നത്. അപ്പം അതിനു വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കുക. നമ്മളിത് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും സക്സസിന്റെ പിന്നാലെ പോകണമെന്നില്ല. എപ്പോഴും സക്സസിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് സക്സസ് കിട്ടണം എന്നില്ല. ഇപ്പൊ യൂണിവേഴ്സ് നമ്മൾ നോക്കുന്നത് നമ്മൾ സക്സസ് റിസീവ് ചെയ്യാൻ റെഡി ആണോ എന്നാണ് നോക്കുന്നത്. അപ്പം വെൻ ദ ടൈം വിൽ കം ഇറ്റ് വിൽ ഹാപ്പൻ എന്ന് പറയുമല്ലോ. അപ്പം വി ഹാവ് ടു ബി പോസിറ്റീവ്. ഇപ്പൊ 2026 വരാറായി, എല്ലാവർക്കും ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാവും 2025 ഒരുപാട് നല്ല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അതിനെ കൂടി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ ബ്രെയിൻ ഭയങ്കര ട്രിക്കിയാണ്. നല്ല കാര്യത്തിനെ പറ്റി ആലോചിക്കുന്നതിനേക്കാളും കൂടുതൽ ചീത്ത, അതായത് നെഗറ്റീവ് കാര്യങ്ങളാണ് ആലോചിച്ചിരിക്കുന്നത്. ബിക്കോസ് നല്ല കാര്യങ്ങളെ പറ്റി അങ്ങനെ അത്ര ആലോചിക്കാനില്ല, അപ്പൊ ബ്രെയിൻ ഫ്രീ ആകും. പക്ഷെ നെഗറ്റീവ് കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് ആ ബ്രെയിനിന് എപ്പോഴും ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടിരിക്കാൻ പറ്റുന്നത്. അത് ബ്രെയിൻ ഒരു എന്താ പറയാ, പിള്ളേരെ പോലെയാണ്, ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളെ ചെയ്യുള്ളൂ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഞാൻ കുറെ ഇതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊക്കെ ചെയ്ത് നോക്കൂ. 100% ഒരു പോസിറ്റീവ് 2026 ആയിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ.